മറ്റു വാർത്തകളിലേക്ക്. കർണാടകയിൽ 2 പേരുടെ ജീവനെടുത്ത KSRTC ബസ് അപകടത്തിൽ അന്വേഷണം ആരംഭിച്ച് കർണാടക പോലീസ്. ഫോറൻസിക് വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി. അപകടം ഉണ്ടായത് മുട്ടേറിൽ കാഴ്ച മറഞ്ഞതുകൊണ്ടാണെന്നാണ് സംശയം. ഓഗസ്റ്റ് 8-ന് നടന്ന അപകടത്തിൽ 2 KSRTC ജീവനക്കാരാണ് മരിച്ചത്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രസാദ്, തുടർച്ചയായി തന്നെ ഇത്തരം സംഭവങ്ങൾ ആളുകൾ പരാതിയുമായി പറയുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ മുട്ടയെറിഞ്ഞുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് KSRTC ഡ്രൈവർമാർ മാത്രമല്ല, അത് ലോറി ഡ്രൈവർമാരടക്കം ആളുകൾ പരാതിയുമായി രംഗത്തെത്തിയ ഒരു പശ്ചാത്തലം. ഈ അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? രുചീഷ്, KSRTC നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കർണാടക പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഓഗസ്റ്റ് 8-നാണ് 2 പേരുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള അപകടം നടന്നിട്ടുള്ളത്. അതിനുശേഷം ഓഗസ്റ്റ് 12-ന് കാസർഗോഡ് നിന്നും ബംഗളൂരുവിലേക്ക് പോയ ബസ്സിന് നേരെ മുട്ടയേറ് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഈ അപകടത്തിന്റെ സംശയം ഉയരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. പിന്നീട് ആ വാഹനത്തിൽ അപകടം നടന്ന ബസ് പരിശോധിച്ചപ്പോൾ അതിനകത്ത് മുട്ടയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. തുടർന്നാണ് KSRTC പരാതി നൽകിയിട്ടുള്ളത്. പിന്നീട് പുറത്തു വന്ന വിവരം മറ്റൊരു ലോറിക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ കവർച്ചാ ശ്രമത്തിന് വേണ്ടി വാഹനത്തിന് നേരെ മുട്ടേറുകയും പിന്നീട് അതിന്റെ കാഴ്ച മറയുമ്പോൾ ആക്രമണം നടത്തുകയൊക്കെ ചെയ്യുന്നു എന്ന സംശയം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് കേരളം ഇക്കാര്യത്തിൽ വളരെ ഗൗരവത്തിൽ അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ കർണാടക പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് സംഘം ഈ വാഹനം പരിശോധിച്ച് ഈ മുട്ടയുടെ അവശിഷ്ടങ്ങളും മറ്റും പരിശോധന നടത്തുകയാണ്. ശരി പ്രസാദ്.